ഹലോ, അപ്പം നമ്മളുടെ ഇന്നത്തെ യാത്ര കുട്ടിക്കാനം വാഗമൺ അങ്ങോട്ടേക്കൊക്കെയാണ് കേട്ടോ. നമ്മൾ യാത്ര ബൈ കാറിലാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ മനോഹരമായ കുറേ കാഴ്ചകളുണ്ട്. പക്ഷേ കോടമഞ്ഞ് കുറവായിരുന്നു കേട്ടോ. ഞങ്ങളിതിന് മുന്നേയും ഒരുപാട് തവണ പോയിട്ടുണ്ട്. പക്ഷേ ആ സമയങ്ങളിലൊക്കെ കോടമഞ്ഞ് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ കോടമഞ്ഞ് വളരെ കുറവായിരുന്നു. ഞങ്ങൾ പോയതൊരു ഫെബ്രുവരി മാസത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി അവിടെ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ താഴ്വാരം റിസോർട്ട് പാഞ്ചാലിമേടാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. എൻ്റെ അനിയനും എൻ്റെ ഹസ്ബൻഡ്, മക്കൾ, ബ്രദറിൻ്റെ വൈഫ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് പോയത്. അപ്പോൾ നമ്മളൊരു കോട്ടേജായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. താഴ്വാരം റിസോർട്ട് ഒരു പുതിയ റിസോർട്ടാണെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും അതിനകത്ത് അവിടെ ഒരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാവരും ഭയങ്കര ത്രില്ലായിരുന്നു. കാരണം സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോൾ പിന്നെ അവർക്ക് അതിനകത്ത് ചാടാൻ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കോട്ടേജിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ മുകളിലോട്ട് ഒരുപാട് കോട്ടേജസാണ്. നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള കോട്ടേജാണ് എടുത്തത്. കാരണം ക്ലൈമറ്റ് ഒന്നും കൂടി നന്നായിട്ട് ആസ്വദിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ കോട്ടേജിൽ ലിവിങ് ഹാളുണ്ട്. 2 റൂംസാണ്. ലിവിങ് ഹാൾ കഴിഞ്ഞത് ഡൈനിങ് ഹാളാണ്. അപ്പോൾ വിഷ്ണുവേട്ടൻ അവിടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. കണ്ണൻകുട്ടനും ബാറും ശരിക്കും പറഞ്ഞാൽ ഓരോന്നും പറഞ്ഞു തരികയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇത് റൂമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരവരുടേതായിട്ടുള്ള കളിയിലാണ്. കാരണം അവർ ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് ഇങ്ങനെ ട്രിപ്പ് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ 2 റൂംസാണ് നമുക്ക് ഈ കോട്ടേജിൽ വരുന്നത്. 2 റൂംസിലും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഒരു കുഞ്ഞൊരു കുട്ടി വീട് പോലെ തന്നെ കിച്ചൺ, ഇതാണ് കിച്ചൺ ഏരിയ. അപ്പോൾ കിച്ചണിൽ നമുക്ക് ചായയും കോഫിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു കുട്ടി വീട് പോലെ തന്നെ സിറ്റ് ഔട്ട്, ലിവിങ് ഹാള്, ഡൈനിങ് ഹാള്, 2 റൂംസ്, ബാത്റൂം അറ്റാച്ച്ഡ്, അങ്ങനെ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉള്ള റൂമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിവിടേക്ക് ഫുഡ് നമുക്ക് പറഞ്ഞാൽ അവർ നമുക്ക് കോട്ടേജിലേക്ക് കൊണ്ടുവരും. അതെല്ലാം നമുക്ക് അവരുടെ അവിടെ പോയിട്ട് കഴിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് കഴിച്ചത്. പക്ഷെ വന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഫുഡ് പാക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പൂളിലൊക്കെ ഇറങ്ങി ഭയങ്കര അടിച്ചുപൊളിയായിരുന്നു കേട്ടോ. പൂളിലൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ കുറേ നേരം പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും ഭയങ്കര തണുപ്പായി കേട്ടോ. കോടമഞ്ഞ് മോർണിംഗിൽ കണ്ടില്ലെങ്കിലും വൈകുന്നേരം ആയപ്പോഴേക്കും നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പായി. നല്ല വ്യൂ ആണ് കേട്ടോ. കോട്ടേജിൽ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. പൊളിയായിരുന്നു താഴ്വാരം റിസോർട്ട്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടിക്കാനമൊക്കെ പോകുമ്പോൾ ഇതുപോലെയുള്ള റിസോർട്ട്സിൽ പോവാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വാഗമണ്ണൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ടാണ് കേട്ടോ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു.